നമ്മൾ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിശകലനങ്ങൾ നടത്തും. അതിലിപ്പോൾ CPM നടത്തിയിരിക്കുന്നൊരു വിശകലനം യാഥാർത്ഥ്യബോധവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു വിശകലനമാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ വക ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസിനൊക്കെ ഇങ്ങനെ വിലയിരുത്താൻ കഴിയൂ. കാരണം ജോൺ ബ്രിട്ടാസ് ബേസിക്കലി CPMൻ്റെ ഏതെങ്കിലും തലത്തിൽ സംഘടനാ തലത്തിൽ ശക്തമായി പ്രവർത്തിച്ച് രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തി പരിചയമുള്ള ആളല്ല. അദ്ദേഹം കൈരളി ചാനൽ വഴി പല രൂപത്തിൽ നൂല് വഴി ഇറങ്ങിയ ഒരു നേതാവാണ്. പിണറായി വിജയനെ മണിയടിച്ച് MP ആയി, ഇപ്പം കഴിയുകയും ചെയ്യും. വിഷയം അതല്ല. ജോൺ ബ്രിട്ടാസിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ LDFനെ കൈവിട്ടതാണ് LDF പരാജയപ്പെടാൻ എന്നൊരു വാദം പറഞ്ഞിട്ടുണ്ട്. എത്ര അബദ്ധജടിലമാണ് നിങ്ങളുടെ ഈ കണ്ടുപിടുത്തങ്ങൾ. നിങ്ങളിപ്പോഴും സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരാണ്. കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും കണക്കുകൾ നിങ്ങൾ പരിശോധിക്കൂ. എങ്ങനെയാണ് സുധീർ ഷാ പാലോട് മുസ്ലിങ്ങൾക്ക് വളരെ ഭൂരിപക്ഷം കുറവുള്ള, ന്യൂനപക്ഷങ്ങൾക്ക് വളരെ ഭൂരിപക്ഷം കുറവുള്ള, നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ ഭൂരിപക്ഷമുള്ള നായർ കമ്മ്യൂണിറ്റി കാൻഡിഡേറ്റായിരുന്ന DK മുരളി തോറ്റതെങ്ങനെ? നിങ്ങൾ വെറുതെ അങ്ങോട്ട് ജാതിയും മതവും പറയരുത്. കേരള വോട്ട് ചെയ്ത ജനതയെ പരിഹസിക്കരുത്. എങ്ങനെ സംഭവിച്ചു? പയ്യന്നൂരിൽ മുസ്ലിം കൺസോൾട്ടേഷൻ വന്നിട്ടാണോ കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്? തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിച്ചത് മുസ്ലിം കൺസോൾട്ടേഷൻ വന്നിട്ടാണോ? ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ വന്നിട്ടാണോ? G സുധാകരൻ അമ്പലപ്പുഴ ജയിച്ചത് ഈ കൺസോൾട്ടേഷൻ വന്നിട്ടാണോ? കായംകുളത്ത് ലിജു ജയിച്ചത് ഈ കൺസോൾട്ടേഷൻ വന്നിട്ടാണോ? പഴകുളം വന്ന് ജയിച്ചത് ഈ കൺസോൾട്ടേഷൻ വന്നിട്ടാണോ? ഫാത്തിമ തഹ്ലിയ ജയിച്ചത് അവിടെ മുസ്ലിം കൺസോൾട്ടേഷനാണോ ഏറ്റവും കൂടുതലുള്ളത്? ഹിന്ദു അല്ലേ? അപ്പോൾ അതുകൊണ്ട് മുസ്ലിം കൺസോൾട്ടേഷനാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൺസോൾട്ടേഷനാണ്. എല്ലാ കാലത്തും മലപ്പുറത്ത് മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട്. ലീഗ് ഉണ്ടായതിനു ശേഷം 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ വന്നിട്ടുള്ളവർക്ക് എല്ലാ കാലത്തും കേരള കോൺഗ്രസ്സിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനാണെങ്കിൽ നേരത്തെ മാണി ഗ്രൂപ്പിനും കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് നിന്നപ്പോൾ അവർക്ക് കേരള കോൺഗ്രസ്സിന് വലിയ സീറ്റ് കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് മുസ്ലിം കൺസോൾട്ടേഷൻ? ചവറ മുസ്ലിം കൺസോൾട്ടേഷൻ വന്നിട്ടാണോ? ഇരവിപുരം കോവൂർ കുഞ്ഞമോൻ്റെ ഉല്ലാസ് കോവൂർ, തിരുവനന്തപുരം CP ജോൺ ജയിച്ചത്. നിങ്ങൾ ഓരോ മണ്ഡലം നോക്കിയെടുത്തു. MR ബൈജു ജയിച്ചത് അവിടെ മുസ്ലിം കൺസോൾട്ടേഷനാണോ? ശക്തൻ ജയിച്ചത് മുസ്ലിം കൺസോൾട്ടേഷനാണോ? ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണോ? ഞാൻ ഓരോ മണ്ഡലമായി പറയുന്നില്ല. നിങ്ങൾ എടുത്തെടുത്ത് രമ്യ ഹരിദാസ് ജയിച്ചത്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു 100 മണ്ഡലം എടുത്താൽ, അല്ലെങ്കിൽ UDF ജയിച്ചിട്ടുള്ള 63 മണ്ഡലങ്ങൾ എടുത്താൽ, കോൺഗ്രസിൻ്റെ മാത്രം എടുക്കൂ, ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിൻ്റെ മാത്രം എടുത്താൽ പോരാ, RSPയുടെ 3 എടുക്കണം, അല്ല 4 എടുക്കണം. അപ്പോൾ 67 പിന്നെ CMPയുടെ 68, KK രമേന്ദ്രൻ 69, ഒരു 70 സീറ്റ് എടുക്കണം. ഈ 102-ൽ ഒരു 70 സീറ്റ് എടുക്കേണ്ടി വരും. മറ്റത് 20, 27, ഒരു 30 സീറ്റ് അല്ലാതെ മതപരമായ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും കൂടെ കൊണ്ടുപോയി കൺസോൾട്ടേഷൻ ഉണ്ടെന്ന് പറയാം. 70 സീറ്റുകളിൽ എത്ര സീറ്റുകളിൽ മുസ്ലിം കൺസോൾട്ടേഷൻ നടന്നു? എത്ര സീറ്റുകളിൽ ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടന്നു? ഇത് വിലയിരുത്തണമെന്നേ. ഇത് നിങ്ങൾ വിലയിരുത്താതെ നിങ്ങൾ ഈ പുറമേയുള്ള തൊലിപ്പുറത്തുള്ള മരുന്ന് തേപ്പ് കൊണ്ട് ഈ വിഷയം മാറില്ല. ഇത് ക്യാൻസർ പോലെ അകത്ത് പിടിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടതിൻ്റെ കഥയാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഒരു കോർപ്പറേറ്റ് പാർട്ടി പോലെയായി താങ്കളെപ്പോലെയുള്ള ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ അതിനകത്ത് നുഴഞ്ഞു കയറ്റി, താങ്കളെ എനിക്ക് വ്യക്തിപരമായിട്ടൊരു എതിർപ്പില്ല കേട്ടോ. ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ നല്ല മാധ്യമപ്രവർത്തകനാണ്, നല്ല പാർലമെൻറ്റേറിയനാണ്, രാജ്യസഭയിലൊക്കെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക. പക്ഷേ അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ CPM പോലുള്ളൊരു പാർട്ടിയുടെ നിർണായകമായ സ്ഥാനത്ത് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവർ എന്നാണോ വരാൻ തുടങ്ങിയത്, അതിന് അന്ന് മുതൽ അതിലെ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർക്കും സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കും അതിൽ സ്പേസ് ഇല്ലാതെ വരികയും ചെയ്തു. വിമർശിക്കുന്നവർക്ക് സ്പേസ് ഇല്ല. വാഴ്ത്തുപാട്ടുകാർക്കും സ്തുതിപാഠകർക്കും മാത്രമാണ് സ്പേസ്. ബാക്കി ആർക്കും സ്പേസ് ഇല്ലാത്തൊരു പാർട്ടിയാക്കി അതിനെ മാറ്റി ആ പാർട്ടിയിൽ
ആ പാർട്ടിയുടെ ഒരു മുന്നണി വരുന്നു, അതിൻ്റെ ഒരു കോർപ്പറേറ്റ് സ്വഭാവം വരുന്നു, വേറെ ആരെയും മൈൻഡ് ചെയ്യാത്തൊരു സ്വഭാവം വന്നതിൻ്റെ ആ ഇടതുപക്ഷ പാർട്ടികളിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷമെന്ന് പറയുന്ന സ്വഭാവം മാറിയത് അതല്ലേ ആദ്യം പറയേണ്ടത് ജോൺ ബ്രിട്ടാസെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPM എന്ന് പറയുന്ന പാർട്ടി വലതുപക്ഷത്തേക്ക് പോയതിൻ്റെ, പാർട്ടിയുടെ വലതുപക്ഷവൽക്കരണം നടന്നതിൻ്റെ ഒരു ദുരന്തം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവി എന്ന് പറയണ്ടേ? തീവ്ര വലതുപക്ഷവൽക്കരണത്തിലേക്ക് പോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണെന്നേ. ഞാനൊരു 20 സീറ്റ് എണ്ണി തന്നെ പറയാം. ഒരു 20ഓളം സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ അധികാരത്തിൽ വരുമായിരിക്കും. കാരണം ഒരു UDF എന്നുള്ള നിലയിൽ 10, 70, 75 സീറ്റ് അധികാരത്തിൽ വരും. പക്ഷേ 75-നപ്പുറം അല്ലെങ്കിൽ 80-നപ്പുറം കിട്ടിയിരിക്കുന്ന അവരുടെ 22 സീറ്റുകളെന്ന് പറയുന്ന 20-22 സീറ്റുകൾ കൃത്യമായി അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ നല്ല സപ്പോർട്ട് ഉള്ളത് കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വോട്ട് ചെയ്തതുകൊണ്ട് കിട്ടിയ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങൾ എങ്ങനെ അവർക്ക് കിട്ടും? അവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷമൊന്നും അല്ല മാഷയെ വർക്ക് ചെയ്തത്. അവിടെ വർക്ക് ചെയ്ത ആ കാര്യങ്ങൾ എന്താണ്? ചരിത്രത്തിലില്ലാത്ത ദയനീയ പരാജയത്തിലേക്ക് ഒരു പാർട്ടി മുന്നണിയും പോകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ഒരു മസാല ദോശ അടിക്കുന്ന, ബറോട്ട അടിക്കുന്ന പോലെ ഇരുന്ന് വിശകലനം നടത്തിയാൽ പോരാ. വളരെ കൃത്യമായ ആഴത്തിലുള്ള വിശകലനം നടത്തേണ്ടതുണ്ട്. അതുവരെ ജോൺ ബ്രിട്ടാസ്മാർ അഭിപ്രായം പറയാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ന്യൂനപക്ഷങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ വിട്ടു എന്ന് ചോദിക്കുന്നവർ, നിങ്ങൾ തെറ്റേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കരുതിയിരുന്നത് കുറച്ച് BJP വിരോധവും കുറച്ച് കോൺഗ്രസ് വിരോധവും കുറച്ച് ഇറാൻ്റെ കാര്യവും സദ്ദാം ഹുസൈൻ്റെ കാര്യവും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ മുസ്ലിം ജനതയെ എന്നും കൂടെ നിർത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾ ക്രിസ്ത്യൻ ജനതയെ കൂടെ നിർത്താമെന്ന് വിചാരിച്ചു. അവിടെയും തെറ്റി. അവരെല്ലാം വിവരം വെച്ചെന്നേ. അവർക്കെല്ലാം നല്ല വിവരം വെച്ച്, അവരെല്ലാം നല്ല രീതിയിലാണ് അവർ മതേതരമായി ചിന്തിക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ പിന്നെ മതേതരമല്ലാതെയാണോ അവർ ചിന്തിക്കുന്നത്? മതേതരമല്ലെങ്കിൽ എങ്ങനെയാണ് VS ജോയി അവിടെ തവന്നൂരിൽ ജയിക്കുന്നത്? ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള പിന്നെ എന്താണ് KT ജലീലല്ലേ മുസ്ലിങ്ങൾക്ക് 90% മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ജയിക്കേണ്ടത്? എങ്ങനെ സംഭവിച്ചു? VS ജോയി എങ്ങനെ അവിടെ ജയിച്ചു? സുധീർ ഷാ പാലോട്, വീണ്ടും ആ പേര് പറയേണ്ടി വരുന്നു, സുധീർ ഷാ പാലോട് എങ്ങനെ ജയിച്ചു? അപ്പോൾ ഇത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത് പൊട്ടത്തരം വിലയിരുത്തലാണ്. ന്യൂനപക്ഷവും നിങ്ങളെ ചതിച്ചു, ഭൂരിപക്ഷവും നിങ്ങളെ ചതിച്ചു. അപ്പോൾ ന്യൂനപക്ഷവും ചതിച്ചു, ഭൂരിപക്ഷവും ചതിച്ചു. അതിനേക്കാൾ പ്രധാനമായി CPM-കാർ നിങ്ങളെ ചതിച്ചു, ഇടതുപക്ഷക്കാരും നിങ്ങളെ ചതിച്ചു. എങ്ങനെയാണ് ഇടതുപക്ഷക്കാർ നിങ്ങളെ ചതിച്ചത്? അവർ വ്യാപകമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു ഇപ്രാവശ്യം. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് CPM വിലയിരുത്തേണ്ടത്. 1 മാസം പ്രവർത്തിച്ചിട്ടും പയ്യന്നൂരിലെ ജനങ്ങളുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ ശ്രീമതി ടീച്ചർ. അതാണ് വിലയിരുത്തൽ. അത് കറക്റ്റാണ് അവർ പറഞ്ഞു. അവർ എന്തുകൊണ്ടോ ഒരു സത്യം പറഞ്ഞു. 1 മാസം അവിടെ പ്രവർത്തിച്ചിട്ടും ജനങ്ങളുടെ പൾസ് അറിയാൻ എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ തോറ്റിരിക്കുന്നു. അതാണ് വേണ്ടത്. അങ്ങനെ ആത്മനിഷ്ഠപരമായ ആത്മപ്രശംസയ്ക്കും അപ്പുറം ഇപ്പോഴും വാഴ്ത്തുപാട്ടുകൾ പാടി പിണറായി വിജയൻ ചെയ്തതിൻ്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ പാടി പണം പാട്ട് പാടാതെ എവിടെയാണ് തോൽവി സംഭവിച്ചത്, എവിടെയാണ് പ്രശ്നമുണ്ടായതെന്ന് കാര്യകാരണ സമിതം ഡേറ്റ വെച്ച് സംസാരിക്കണം. ജോൺ ബ്രിട്ടാസൊക്കെ ചെയ്യേണ്ടത് ഡേറ്റ വെച്ച് സംസാരിക്കണം. അപ്പോൾ ഡേറ്റ വെച്ച് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു വളരെ കൃത്യമായ ഒരു കാര്യം സംഭവിക്കും. എന്താ സംഭവിക്കുക? ഈ പറഞ്ഞതുപോലെ പിന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ അനാലിസിസ് നടത്താൻ പറ്റും. പത്തനാപുരത്ത് തോറ്റുപോയത് മുസ്ലിം കൺസോൾട്ടേഷനാണോ ക്രൈസ്തവ കൺസോൾട്ടേഷനാണോ? ഞാൻ ഓരോ മണ്ഡലമായിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്ന പറയുന്നതാണ്. ഹിന്ദു മെജോറിറ്റിയുള്ള എത്ര മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ്സിന് കിട്ടിയത്, CPM-ന് നഷ്ടമായത്? അതെല്ലാം ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് താങ്കളുടെ പോലെയുള്ള ആളുകളുടെ താങ്കളൊക്കെ ഇതിൽ അഭിപ്രായം പറയാൻ പോകരുത്. കാരണം അതിനെങ്ങനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഐക്യ ജനാധിപത്യത്തിനോ ഒരു രാഷ്ട്രീയമായ വിശകലനം ചെല്ലാനുള്ള രാഷ്ട്രീയ പക്വത താങ്കൾക്കില്ല. അങ്ങനെ ഒരു അനുഭവ സമ്പത്തും താങ്കൾക്ക് പാർലമെൻറ്റിലെ കാര്യങ്ങൾ പറയാം, പിന്നെ ട്രോളാം, സുരേഷ് ഗോപിയെ ട്രോളാം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ BJP ട്രോളുക, കോൺഗ്രസ്സിനെ ട്രോളുക, അതെല്ലാം ചെയ്യാൻ പറ്റും താങ്കൾക്ക്. അല്ലാതെ ഒരു കൃത്യമായ രാഷ്ട്രീയ വിശകലനം നടത്താൻ താങ്കളെപ്പോലുള്ള ആളുകൾ വളർന്നിട്ടില്ല, താങ്കൾക്കത് കഴിയുന്നുമില്ല എന്നാണ് വാ തുറന്നപ്പോൾ പുറത്തു വന്നത്. ഞാൻ താങ്കളെ കുറ്റം പറയുകയല്ല. ബ്രിട്ടാസ്മാർ ഈ പാർട്ടിയിൽ കൂടിയപ്പോൾ ഈ പാർട്ടിയുടെ അപജയം തുടങ്ങി. എന്തെങ്കിലും ബബ്ബ പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യക്ക് പറ്റിയിരിക്കുന്ന പരുക്ക് കുറയില്ല. അത് ക്യാൻസർ പോലെ ജനങ്ങൾ വളരെ കൃത്യമായി വലിയ തോതിലാണ് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴത്തിലും പരപ്പിലുമുള്ള കൃത്യമായ രാഷ്ട്രീയ വിശകലനമാണ് ആവശ്യം. നിർഭാഗ്യവശാൽ ഇന്നത്തെ സെറ്റപ്പിൽ അത് നടക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല എന്നുള്ളതാണ് വർത്തമാനകാല ഇടതുപക്ഷം നേരിടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി.